ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം താരമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് ചോദിച്ചില്ലേ, എൻ്റെ ഈ ഇൻട്രോ കേട്ടിട്ട് നിങ്ങൾക്ക് ബോറാവുന്നുണ്ടോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചിയാന്നൊക്കെ. അപ്പോൾ ഇന്നൊരു കമൻറ്റ് വന്ന് റോസ്വില്ലാടെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാന്ന് പറയുമ്പം അടുത്തായിരുന്നെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നും എന്നൊക്കെ. അത് കേട്ടോണ്ട് ഒരിത്തിരി സന്തോഷമായി, സമാധാനമായി. അല്ലെങ്കിൽ എന്നും കേട്ട് മടുക്കത്തില്ലേ. അതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മുടി പൊഴിച്ചിൽ, മുടി വളരാൻ, നര കുറയ്ക്കാൻ, അതായത് ഈ വരുന്ന നര കുറയ്ക്കാൻ, മുടിയുടെ കറുപ്പിലൊക്കെ ഉള്ളൊരു ടിപ്സാ. നിസ്സാരമായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള ഒരു ടിപ്സാ. ഒരു സാധനം മതി. ഇത് ഞാൻ കുറേ നാളുകൊണ്ട് ചെയ്തതാ, അത് ഇടാൻ പറ്റിയില്ല വീഡിയോ. പക്ഷേ ഇത് ചെയ്യുമ്പം ചിലർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിപ്പം ഞാൻ ഈ കാര്യമൊന്നല്ല, നിങ്ങൾ എന്തും ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് കയ്യിലെങ്ങാണോ ഒന്ന് തേച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ഫേസിലാണെങ്കിലും തലയിലാണെങ്കിലും ഉപയോഗിക്കാവൂ. കാരണം ചിലർക്ക് ചില സാധനങ്ങൾ അലർജി ഉണ്ടാവും. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലെ എടുത്തങ്ങ് തലയിലാണെങ്കിലും മുഖത്താണെങ്കിലും എടുത്തിടരുത്. എന്താണെങ്കിലും ഏത് വീഡിയോ കണ്ടിട്ടാണെങ്കിലും ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കയ്യിലെങ്ങാണോ ഒന്ന് ചെയ്തിട്ട് വേണം ചെയ്യാനേ. അലർജി ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യരുത്. പിന്നെ ഇന്നലെ മായ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു, ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നില്ല ചേച്ചി, ഇന്നലത്തെ വീഡിയോയ്ക്ക് ചേച്ചി എനിക്ക് റിപ്ലൈ തന്നില്ലെന്ന്. അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സിറ്റുവേഷൻ മായ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മിക്ക ആൾക്കാർക്കും അറിയാം എൻ്റെ സിറ്റുവേഷൻ. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ മാത്രമല്ല, വീട്ടുജോലി, അച്ചാറിടുന്ന കാര്യങ്ങൾ, പിന്നെ പ്രൈസ മോനെ ഇങ്ങനെ ട്യൂഷൻ വിടുന്നില്ല, പിന്നെ ഞാനാ നോക്കിയപ്പോൾ ഈ എക്സാമൊക്കെ അടുത്ത് വരുന്നു, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. എനിക്ക് ഒട്ടും സമയം കിട്ടും. അപ്പം നിങ്ങൾ എന്തിക്കും, ഞങ്ങൾക്ക് സമയമുണ്ടോയെന്ന്. അതും സത്യമാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ കമൻറ്റിൽ കൂടെ എനിക്ക് കമൻറ്റ് ഇടുന്നത്, അതെനിക്കറിയാം. പക്ഷേ ഞാൻ എന്നിട്ട് മായ പറഞ്ഞു, എനിക്ക് ചേച്ചി റിപ്ലൈ തരാം, ചിലതിനൊന്ന് റിപ്ലൈ തരാം. ഒരിക്കലും ഞാൻ ആരുടെയും കമൻറ്റിന് റിപ്ലൈ കൊടുക്കാതിരിക്കത്തില്ല. ചിലപ്പോൾ ഞാൻ 12 മണിക്കും 12:30ക്കൊക്കെ ആയിരിക്കും രാത്രിയിൽ, അന്നേരം ആയിരിക്കും ഇവിടെ കിടക്കുന്നതൊക്കെ, അന്നേരം ഇരുന്നായിരിക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. ചിലപ്പം ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു ഇന്നോങ്കിലും ഇട്ടിട്ട് പോകും. കാരണം ഞാൻ ആർക്കും അല്ലാതെ കണ്ടിന്യൂസ് കഴിഞ്ഞ ദിവസം ഒരു എന്തോ ചേച്ചി കുട്ടികളുടെ അരിഞ്ഞാണോ ഒരു വല്ലാത്തൊരു കമൻറ്റ്, അത് 2-3 പ്രാവശ്യം വന്നാൽ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, അത് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എന്തോ എന്നുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും 2-3 പ്രാവശ്യം അങ്ങനെ ഇട്ടുണ്ടേ, അതിനൊന്നും റിപ്ലൈ കൊടുത്തില്ല. അല്ലാതെ ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കാതിരിക്കത്തില്ല. ഒരു 2 ദിവസം ലേറ്റായിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കും. കാരണം എനിക്ക് സമയമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കും സമയമില്ലാത്തവരാ. എൻ്റെ ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും ജോലിക്ക് പോകുന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ സമയം, വിലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നതും കമൻ്റ് ഇടുന്നതും. അതിന് ഞാൻ ഒത്തിരി നിങ്ങൾക്ക് നന്ദി പറയുന്നുണ്ട്. കാരണം ഞാൻ ആർക്കും മറുപടി കൊടുക്കാതിരിക്കത്തില്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. പിന്നെ എന്നെ മനസ്സിലാക്കുന്നവരൊക്കെ വീണ്ടും കമൻ്റ് ഇടുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഇന്നലത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മായയ്ക്ക് മാത്രമല്ല, രാവിലെ എണീറ്റ് ഇവിടെ ഇരുന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ തീരെ വയ്യായിരുന്നു. താനും സൺഡേ അല്ലായിരുന്നു, പ്രയറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് പിന്നെ ഇന്നെന്ന് പറയാൻ ഇന്ന് ഈ സമയം ഞാൻ ഒരു ഇച്ചിരി ഒന്ന് ഇരിക്കുന്നത് തന്നെ. ഇന്ന് അച്ചാറിടക്കും അതിൻ്റെയൊക്കെ പരിപാടിയായിരുന്നു. എനിക്ക് ഈയിടെ എന്തോ എൻ്റെ കാലിൻ്റെ കണ്ണയുടെ, ഞാനിപ്പം വീഡിയോയിൽ വന്ന് നിങ്ങളോട് ചിരിച്ചെല്ലാ കാര്യം പറയുന്നെങ്കിലും എൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. ഈ കാലിൻ്റെ കണ്ണിൻ്റെ അവിടെ എന്തോ ഒരു ഭയങ്കര വേദന, ഒന്നും പറ്റിയിട്ടുമില്ല, ഒന്നുമില്ല, ഒരു സ്ഥലത്ത് മാത്രം അടി കൊണ്ടതുപോലുള്ള വേദന. എനിക്ക് നടക്കുമ്പോൾ ഞാൻ ഏന്തിയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇന്നലെയൊക്കെ എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ ഞാനത് രാവിലെ റിപ്ലൈ കൊടുത്തു. ബാക്കി പിന്നെ 3-4-5 പേരുടെ ഉണ്ടായിരുന്നു. അതിൽ മായയും ഉണ്ട്, വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് പ്രേയറിനങ്ങ് പോയിട്ട് പിന്നെ വന്നേ മണി 4 പിന്നെ അത് കഴിഞ്ഞ് എനിക്കങ്ങനെ സമയം കിട്ടും. പിന്നെ വീഡിയോ ഇടണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കല എനിക്ക് ഗമ കൂടി എൻ്റെ കമൻറ്റിന് റിപ്ലൈ തന്നില്ല, അങ്ങനൊന്നും ചിന്തിക്കരുത്. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാ. എൻ്റെ സഹോദരന്മാരും ഉണ്ട്, പിന്നെ അത് സഹോദരന്മാർ, ആൻറ്റിമാർ, ചേച്ചിമാരൊക്കെയാണ്. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുക.
എല്ലാവർക്കും ഇത് പ്രയോജനം കിട്ടുന്ന ഒരു വീഡിയോയാണ്. എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യുക. നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ടിപ്സാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമ്മുടെ ടിപ്സിന് വേണ്ടി ഞാനിവിടെ ഒരു സവാള എടുത്തേക്കുന്നത്. ഇപ്പം സവാള നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചുള്ളി എടുക്കുക. പിന്നെ ഇപ്പം എനിക്ക് എൻ്റെ മുടി ഇത്രയും ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു സവാള ഇത് തന്നെ കൂടുതലായിരുന്നു, ചെറിയൊരെണ്ണം എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ എനിക്കൊരു 2 ടേബിൾ സ്പൂണൊക്കെ നീര് മതി. നിങ്ങൾക്ക് എത്രയും മുടിയുണ്ടോ അതനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ കൊച്ചുള്ളി ആണെങ്കിൽ കൊച്ചുള്ളി, ഈ സവാളയാണെങ്കിൽ സവാള. അപ്പോൾ അത് ഞാനിങ്ങനെ മിക്സിയിലൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ടത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തത് ഒന്നേ നിങ്ങൾക്ക് തുണിയിലെങ്ങാനും ഒഴിച്ച് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഒരു പഴയ അരിപ്പ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി തരിയൊക്കെ ഈ അരച്ച ഇത് പേസ്റ്റ് വീണാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് അരിപ്പയിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു സ്പൂണും കൊണ്ട് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്തിട്ടാണ് അതിൻ്റെ നീരെടുക്കുന്നത്. ഇപ്പോൾ തുണിയിലാണെങ്കിൽ തുണിയും കൊണ്ട് പിഴിഞ്ഞെടുക്കാമേ. നിങ്ങൾക്ക് ആ നീര് കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ചത്. കാണുന്നുണ്ടല്ലോ നീരിങ്ങനെ നന്നായിട്ട് വീഴുന്നത്. അപ്പുറത്തെ ബിൽഡിങ്ങിലൊക്കെ പണിയുടെ ഭയങ്കര സൗണ്ട്. എനിക്ക് ഇത്രയും നീര് വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അതൊരു വലിയ സവാളയായിപ്പോയി. അതുകൊണ്ട് കുറച്ച് മതി. പക്ഷേ ഞാനത് എല്ലാം അങ്ങ് തേച്ചു. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കേണ്ടിയിട്ട് ഞാനിതൊന്ന് അളന്നെടുക്കുക. എനിക്കൊരു 4 ടേബിൾ സ്പൂൺ നീരുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ദിവസം ഞാൻ ഇച്ചിരി വെള്ളമൊന്നും ഒഴിക്കാതെ ചേർത്തുകൊണ്ട് ഇത്തിരി പ്രോബ്ലം ആയായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ ഇത് വെറും പച്ച ഉള്ളി, അതുകൊണ്ട് ഭയങ്കര ക്രാണം അങ്ങ്. അതുകൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ. ഉണങ്ങിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ അത്രയും കണ്ണിൻ്റെ ക്രാണം വരത്തില്ല. ഞാൻ മിക്സി ഒന്ന് കഴുകിയിട്ടെടുത്ത വെള്ളം കേട്ടോ. അതോടെ എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്കിത് തലയത്തേക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോൾഡൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയേ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം ഉള്ളിനീരിന് നല്ല തണുപ്പാണ്. അല്ല എങ്കിൽ ഒരു 1-2 മണിക്കൂർ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ തേക്കുമ്പം ഈ സ്കാൽപ്പിലൊക്കെ നന്നായി തേക്കണേ. പണ്ടുള്ളവർ പറയത്തില്ല, കതിരിൽ മുടിയിൽ ഇങ്ങനെ മാത്രം തേക്കല്, കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് എന്തുവാ പ്രയോജനമൊന്നും. അതുപോലെ നമ്മൾ സ്കാൽപ്പിലൊക്കെ നന്നായി തേച്ചാലേ ആ തലയോട്ടിയിലൊക്കെ രക്തയോട്ടം ഉണ്ടായിട്ട് ഇത് മുടി വളരാൻ നല്ലതാണ്. മുടി കൊഴിച്ചിലിന്, നര മാറാനും കുറച്ചൊക്കെ യൂസ് ചെയ്യുവേ. അപ്പം നമ്മൾ ഇച്ചിരി എടുത്തിട്ട് ഞാൻ നന്നായി സ്കാൽപ്പിൽ തേക്കുക. കൊച്ചുള്ളി ആണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നല്ല തണുപ്പ് അങ്ങോട്ട് തേക്കുമ്പോഴേ. ആരെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ കുറേ കൂടെ നല്ലതാണ്. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ 1-2 മണിക്കൂർ കഴിഞ്ഞ് ഷാമ്പു ഒന്നും ഉപയോഗിക്കണം കേട്ടോ. അങ്ങനെ സ്മെല്ലൊന്നും ഇല്ല എനിക്ക് തേച്ചിട്ട്. സാധാ വെള്ളത്തിലൊന്ന് കഴുകുക. നിങ്ങൾക്ക് ഈ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ ഇല്ലേ, താളിയൊക്കെ ഇട്ട് വേണമെങ്കിൽ കഴുകാം. അല്ലെങ്കിൽ അഥവാ സ്മെല്ലുണ്ടെന്ന് തോന്നുമെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഇച്ചിരി സോപ്പ് അങ്ങനെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ തലയിൽ ഇച്ചിരി മണം വരാൻ വേണ്ടി. പിന്നെ ആദ്യത്തെ ദിവസം ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ തേച്ചപ്പം കണ്ണിൽ നിന്ന് നല്ല ഉള്ളിയുടെ തലയിലല്ലേ തേച്ചേ, അപ്പോൾ കണ്ണിലോട്ട് ഇറങ്ങുമല്ലേ, ക്രാണം ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം മിക്സ് ചെയ്തിട്ട് തേക്കാൻ പറഞ്ഞത്. പിന്നെ എന്തുമായിരുന്നു, ആഴ്ചയിൽ ഒത്തിരി മുടി പൊഴിച്ചിലുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം, ഒരു കുറച്ച് ദിവസത്തെ ആ മുടി പൊഴിച്ചിൽ എങ്ങനെ നിൽക്കുന്നതനുസരിച്ച് 2 പ്രാവശ്യമെങ്കിലും ചെയ്യുക. അത് ഒന്നര വിട്ട് വേണം, അങ്ങനെയൊന്നുമില്ല. ആഴ്ച 2 പ്രാവശ്യം ചെയ്യുക. പിന്നെ നമ്മുടെ പൊഴിച്ചിലൊന്ന് നിന്ന് വരുന്നെന്ന് അറിയുന്ന ഉടനെ ആഴ്ച 1 പ്രാവശ്യമെങ്കിലും ചെയ്യുക. പിന്നെ അത് കുറച്ച് വേണേൽ ചെയ്യാം, 2 ആഴ്ച അങ്ങനെയൊക്കെ ചെയ്യാം. എനിക്കൊക്കെ പറയുന്നത്, എനിക്ക് തൈറോയിഡുണ്ട് മെയിൻ. അപ്പോൾ പല എണ്ണകൾ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചും തേച്ചു, ചില ഇത് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടെ, എന്നിട്ടും നിന്നില്ല. പിന്നെ അവസാനം ഇത് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ആദ്യമൊന്നും ഞാൻ 2-3 പ്രാവശ്യം ചെയ്തു,
ഒരു 3ാമത്തെ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വരുന്നുണ്ട് ഞാൻ. പക്ഷേ ഇപ്പോൾ നിങ്ങളെ ചീവാൻ കാണിക്കാഞ്ഞത് രാവിലെ അങ്ങ് അറിയാതെ ഞാനങ്ങ് ചീവിപ്പോയി. അപ്പോൾ കുറച്ച് വരും. നമ്മളെ കിടന്നിട്ട് എണീറ്റ് രാവിലെ വരുമ്പോഴല്ലേ മുടിയിൽ ഇത്തിരി ഇത് വരുന്നത്. അല്ലാതെ ഇടയ്ക്ക് ചീവി അത്രയും വരത്തില്ല. അതുകൊണ്ട് ഞാൻ കാണിക്കാഞ്ഞ. പിന്നെ കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒത്തിരി നല്ല മുടി ഉണ്ടായിരുന്നു, നല്ല ഉള്ളുണ്ടായിരുന്നു. പിന്നെ ക്രമേണ ഇങ്ങനെയൊക്കെ ഒന്ന് പിടിക്കുമ്പോഴേ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ വരുമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് ഇത്രയും വന്നു. അതേയുള്ളൂ. ഇങ്ങനൊന്നും അല്ലായിരുന്നു. തലയോട്ട് ഇവിടെ നിന്ന് കാണാൻ എനിക്ക് വരുമായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അതനുസരിച്ച് ഞാൻ പലരും പറഞ്ഞാൽ ബോഡിയുടെ ചൂട് കൊണ്ടൊക്കെ ആയിരിക്കണം. അങ്ങനെ ഞാൻ ഈ ചിയാ സീഡൊക്കെ ഇങ്ങനെ സോക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ചിലരെന്തിക്കുമോ ഇതെന്തുവാ നിങ്ങൾ ഈ പരാണം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പരാണത്തിൻ്റെ അല്ല, നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണ്ടേ. അപ്പം ഞാൻ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തലയോട്ടിയിൽ തേക്കുക. മുടിക്കൊക്കെ എല്ലാം കൊണ്ടും മുടിക്ക് നല്ലതാണ് കേട്ടോ. ഈ ഒരു റീസൺ മാത്രമല്ല, മുടി പൊഴിച്ചിൽ മാത്രമല്ല, മുടി വളരാൻ നല്ലതാണ്, മുടിയുടെ കറുപ്പിന് നല്ലതാണ്, നരയും ഇപ്പോൾ ഉള്ള നര പോകുമെന്നല്ല ഞാൻ പറഞ്ഞത്, നര വരാതിരിക്കാനൊക്കെ നല്ലതാണ്. എന്നിട്ട് കുളിക്കുന്നതിന് ഇത്തിരി മുമ്പേ ചെയ്താൽ നല്ല. എന്നിട്ട് ഇത് ഇങ്ങനെ തേച്ചിട്ട് ജോലിയൊക്കെ ചെയ്യുവാണെങ്കിലും നല്ലതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടിപ്സ്. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ നോക്കുക. എന്തും നമ്മളിപ്പം എൻ്റെ ബോഡിയുടെ ഇതായിരിക്കത്തില്ല മറ്റുള്ളവരുടെ ഇല്ല. ഇത് ആർക്കും നല്ലതാണ് എൻ്റെ അറിവിൽ. ഉള്ളിനീര്, കൊച്ചുള്ളിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഉള്ളി എന്തുവാണെങ്കിലും മുടിക്കൊക്കെ തണുപ്പല്ലേ. വേറെ ഒരു നമുക്ക് പണച്ചെലവും ഇല്ലല്ലോ. ഈ ഒരു സാധനം ഇച്ചിരി നേരം മെനക്കെടണം, അതേ ഉള്ളൂ. അതൊന്ന് മെനക്കെട്ടാൽ നല്ലതാണ്. അപ്പം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാനിത് ഇപ്പം ചെയ്തിട്ടിപ്പം 2 മാസമൊക്കെ. അന്ന് തൊട്ട് വീഡിയോ ഇടണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഓരോ ഈ കുക്കിംഗ് വീഡിയോ ഇടുന്നതാണ്, പിന്നെ ഇതിനെ അങ്ങ് മറന്നുപോകും. ഓക്കെ, ഇനി ഞാൻ ഒന്ന് തലയിൽ തേക്കട്ടെ. ഇങ്ങനെ കുനിച്ചിട്ടേ ഇവിടെയൊക്കെ തേക്കണേ. ഇവിടെയൊക്കെ ഇങ്ങനെ. എനിക്ക് ഈ നീര് ഇച്ചിരി കൂടുതലായിരുന്നു. എനിക്ക് ഇത്രയും വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 2 ടേബിൾ സ്പൂണും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചാൽ അത്രയും മതിയായിരുന്നു. പക്ഷേ അത് അത്രയും വെച്ചേക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇതുവരെ അത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ നീരെടുത്തിട്ട് എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ തണുപ്പോടുകൂടി എടുത്ത് ഉപയോഗിക്കരുത്. വെളിയിലെടുത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചറിലായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അടുപ്പിച്ച് തേക്കുവാണെങ്കിലും. അപ്പം ഞാനിതൊന്ന് തലയിലെല്ലാം തേച്ചിട്ട് തലയുടെ തുമ്പിലും ഒന്ന് തേക്കുന്നുണ്ടേ. അപ്പോൾ എന്നിട്ട് വാരി കെട്ടി വെച്ചാൽ മതി. ഇനി ഞാൻ 2 മണിക്കൂർ വെക്കുവേ. എന്നിട്ട് ജോലികളെല്ലാം കഴിയുമ്പോഴത്തേന് പോയി കുളിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടനും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.